ഹായ് ഡിയേഴ്സ്, എല്ലാ നീറ്റ് ആസ്പിരൻസിന്റെയും ഒരു സ്വപ്നമാണ് MBBS. അത് കഴിഞ്ഞാൽ കൂടുതൽ പേരും സെലക്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ് BSc അഗ്രികൾച്ചർ കോഴ്സ്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഒരു സംശയമാണ്, ഏത് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് എഴുതേണ്ടതെന്ന് ഒരുപാട് കുട്ടികൾക്ക് സംശയമുണ്ടാകും. നീറ്റ് വഴി മാത്രമാണോ BSc അഗ്രികൾച്ചർ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുക? കീം എക്സാം എഴുതണോ, അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ICAR നടത്തുന്ന ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ മുഖാന്തരമാണോ എന്ന് ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോയിലൂടെ ഇതൊക്കെ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ക്ലിയർ ആക്കി തരാം. നീറ്റ് എക്സാമിലൂടെയും കീം എൻട്രൻസ് എക്സാമിലൂടെയും അതുപോലെ തന്നെ ICAR നടത്തുന്ന എക്സാമിലൂടെയും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാം. ഈ 3 എൻട്രൻസ് എക്സാമിനേഷനിലും കൂടി നമുക്ക് BSc അഗ്രികൾച്ചർ കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അത് ഏതൊക്കെയാണ്? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സംശയം, കീം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് അത് കൂടെ ലഭിക്കുന്ന അഗ്രികൾച്ചർ കോഴ്സ് ഉണ്ടോ ഉണ്ട്. BTech അഗ്രികൾച്ചർ കോഴ്സുകൾ ഉണ്ട്. അതായത് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ നമ്മുടെ കേരള മെഡിക്കൽ റാങ്ക് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കേരളത്തിലെ 4 അഗ്രികൾച്ചർ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് കോളേജുകൾ, അവിടെയുള്ള സീറ്റുകൾ ഏതൊക്കെയാണ് എന്ന വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ നൽകുന്നതാണ്. അഗ്രികൾച്ചർ കോഴ്സ് കഴിഞ്ഞാൽ ജോലി സാധ്യതയുണ്ടോ? ഇതാണ് പിന്നത്തെ അടുത്ത ചോദ്യം. ധാരാളം ജോലി സാധ്യതകളുള്ള ഒരു BSc കോഴ്സാണ് അഗ്രികൾച്ചർ കോഴ്സ്. അതായത് UPSC, അതുപോലെ തന്നെ FCI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒക്കെ ഇതിലൂടെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഗവൺമെന്റ് സെക്ടറുകളിൽ ജോലിക്ക് കയറാവുന്നതാണ്. ഗവൺമെന്റ് സെക്ടർ കൂടാതെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടറുകളിലൊക്കെ തന്നെ ജോലി സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടർ, ബാങ്കിംഗ് സെക്ടറുകളിലൊക്കെ തന്നെ ജോലി സാധ്യതകളുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഇതിൽ മാസ്റ്റർ ഇൻ അഗ്രികൾച്ചർ കോഴ്സ് ചെയ്യാവുന്നതാണ്. ഹയർ സ്റ്റഡീസും നടത്താവുന്നതാണ്. മാസ്റ്റർ ഇൻ അഗ്രികൾച്ചർ കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. റിസർച്ച് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ICAR തന്നെ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് തന്നെ നിങ്ങൾക്ക് PG കോഴ്സുകളും ലഭ്യമാണ്. ഇപ്പൊ നബാർഡിന്റെ കീഴിലുള്ള ബാങ്കുകളിലൊക്കെ തന്നെ അഗ്രികൾച്ചർ കോഴ്സുകൾക്കൊക്കെ തന്നെ ഓരോ പോസ്റ്റുകളുണ്ട്. അഗ്രികൾച്ചർ ഓഫീസർ, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഓഫീസർ, സീഡ് ഓഫീസർ, ഇങ്ങനെയുള്ള വിവിധ തരം വകുപ്പുകളിലൊക്കെ തന്നെ ജോലി സാധ്യത ഏറെയുണ്ട്. കൂടാതെ UPSC നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷകൾ, അതായത് IAS പരീക്ഷകളിലൊക്കെ തന്നെ BSc അഗ്രികൾച്ചറുള്ള കുട്ടികൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് FCI, എയർപോർട്സ്, സീപോർട്സ് ഇതിലൊക്കെ തന്നെ ധാരാളം ജോലി സാധ്യതകൾ ഉള്ള ഒരു കോഴ്സാണ് BSc അഗ്രികൾച്ചർ കോഴ്സ്. കുട്ടികളെ തിളക്കമുള്ള യുവ മനസ്സുകളാണ്. അപ്പൊ അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം ജോലി സാധ്യതകളും അതുപോലെ തന്നെ റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്കോപ്പുകളുണ്ട്. ഇനി നമ്മൾ പറയുന്നത് നീറ്റ്, കീം, ICAR എൻട്രൻസ് എക്സാമിനേഷനിലൂടെ കേരളത്തിൽ ഉള്ള കോളേജുകളും കോഴ്സുകളും ഏതൊക്കെയാണെന്നാണ്. മെഡിക്കൽ സ്ട്രീമിലുള്ള അഗ്രികൾച്ചർ കോഴ്സുകളാണ്. അതായത് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കേരള മെഡിക്കൽ റാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ആ റാങ്ക് പ്രകാരം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകളാണ് 4 പ്രധാനപ്പെട്ട കോളേജുകളാണ്. ഒന്നാമത്തതാണ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി, തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 176 സീറ്റുകളാണ് ഇവിടെയുള്ളത്. രണ്ടാമത്തത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കര, തൃശ്ശൂരുള്ള കോളേജാണ്. 111 സീറ്റുകളാണുള്ളത്. മൂന്നാമത്തത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ പടന്നങ്ങാട്, കാസർഗോഡാണുള്ളത്. 110 സീറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ അമ്പലവയൽ, വയനാട്ടിലെ 67 സീറ്റുകളാണ്. മെഡിക്കൽ സ്ട്രീമിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന 4 കോളേജുകളാണ് ഇതൊക്കെ. അടുത്തത് എഞ്ചിനീയറിംഗ് സ്ട്രീമിലാണ്. കീം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ ലഭിക്കുന്ന റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കോഴ്സുകളാണ്. ഇതിന്റെ പ്രത്യേകത നോക്കൂ, ഇത് ഒരു BTech കോഴ്സുകളാണ്. അതായത് ബാച്ചിലർ ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ടെക്നോളജി, അതായത് BTech അഗ്രി കോഴ്സുകളാണ്. എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള BTech കോഴ്സുകൾ, അഗ്രികൾച്ചർ ആണ് ഇതിന്റെ ബ്രാഞ്ച് ആയിട്ട് വരുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജാണ് കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, മലപ്പുറത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ 53 സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഒരു BTech കോഴ്സാണ്. നമ്മൾ സാധാരണ ഉള്ള മറ്റേ മെഡിക്കൽ സ്ട്രീമിൽ നിന്ന് വ്യത്യാസമുണ്ട്. രണ്ടാമതായി നമുക്ക് എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ലഭിക്കുന്ന ഈ ഒരു മോഡൽ കോഴ്സാണ് ഫുഡ് ടെക്നോളജി കോഴ്സാണ്. BTech ഫുഡ് ടെക് എന്ന് പറയും. ഇതിന്റെ ഷോർട്ട് ഫോം BTech ഫുഡ് ടെക് ആണ്. ഇതും ഇതേ കോളേജിൽ തന്നെയുണ്ട്. കാലപ്പറ്റി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ടെക്നോളജി, മലപ്പുറത്തുള്ള കോളേജുകൾ തന്നെയുണ്ട്. ഇതിൽ 33 സീറ്റുകളാണുള്ളത്. ഇതുപോലെ തന്നെ കോളേജ് ഓഫ് ഫുഡ് ടെക്നോളജി ഉണ്ട്. ചാലക്കുടി, തൃശ്ശൂർ ഉണ്ട്. 20 സീറ്റുകളാണുള്ളത്. പക്ഷേ ഇത് ഏതിന്റെ കീഴിലാണ്? കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസിന്റെ കീഴിലാണ് ഈ രണ്ടാമത്തെ കോളേജ്. അടുത്തതും ഇതേപോലെ തന്നെ BTech കോഴ്സുകളാണ്. BTech
ഡയറി ടെക്നോളജി കോഴ്സുകളാണ്. ഇതും 4 കോളേജുകളായിട്ടുണ്ട്. അതായത് കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ഇടുക്കിയിലുള്ള കോളേജാണ്. 20 സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. അടുത്തത് കോളേജ് ഓഫ് ഡയറി ആൻഡ് സയൻസ് ടെക്നോളജി മണ്ണുത്തി തൃശ്ശൂരിലുള്ള കോളേജാണുള്ളത്. 40 സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ വയനാട്ടിലുള്ള കോളേജ് ഉണ്ട്. അതായത് അവിടെയും 20 സീറ്റുകളാണ് ഉള്ളത്. ലാസ്റ്റ് തിരുവനന്തപുരത്തുണ്ട് കോളേജ് ഓഫ് ഡയറി ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി. തിരുവനന്തപുരത്തുണ്ട്, കൈമാനം എന്നുള്ള സ്ഥലത്താണ്. അവിടെയും 20 സീറ്റുകളാണുള്ളത്. ഓക്കെ, ഇതും നമ്മുടെ ഡയറി ടെക്നോളജി കോഴ്സുകളാണ്. നമുക്ക് ഇതും ബിടെക് ആയിട്ട്, അതായത് കീം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി അതിന്റെ റാങ്ക് പ്രകാരം ലഭിക്കുന്ന കോഴ്സുകളാണ്. ഇനി പലർക്കും അറിയാത്ത ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഒരുപാട് കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും പറയുന്നത്. ICAR എൻട്രൻസ് എക്സാമിനേഷൻ. ICAR എൻട്രൻസ് എക്സാമിനേഷൻ അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഇവർ നടത്തുന്ന ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അതിന്റെ പേരാണ് AIEEA, അതായത് ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ ടു ബാച്ചിലർ ഓഫ് ഡിഗ്രി പ്രോഗ്രാംസ് ആണ്. ഡിഗ്രി പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ 11ഓളം ഡിഗ്രി പ്രോഗ്രാമുകളുണ്ട്. ഇതിൽ BSc ഉണ്ട്, ബിടെക് കോഴ്സുകളും ഉണ്ട്. ഇത് ഇന്ത്യയിലെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള കോളേജുകളാണ് ഉള്ളത്. ഇതിന്റെ വിശദാംശങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നൽകുന്നതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. 11 വ്യത്യസ്തരം കോഴ്സുകളാണ് കുട്ടികളെ ഇവിടെ ഉള്ളത്. നിങ്ങൾക്കിത് മനസ്സിലാക്കാവുന്നതാണ്, സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ 11 വ്യത്യസ്ത കോഴ്സുകളെല്ലാം കൂടി 2812ഓളം സീറ്റുകളുണ്ട്. ഇവിടെയും റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനറൽ ഉണ്ട്, അതുപോലെ തന്നെ EWS ഉണ്ട്, SC/ST ഉണ്ട്, OBC കാറ്റഗറിക്കാർക്കുണ്ട്. റിസർവേഷൻസ് ഒക്കെ ഉണ്ട്. ഇതിനുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചത്. ഇപ്പൊ ഇതിനുള്ള അപേക്ഷയുമാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ അതിന്റെ ഒരു ലൈവ് വീഡിയോയും കൊടുത്തിട്ടുണ്ട്. ICAR എൻട്രൻസ് എക്സാമിനേഷന് എങ്ങനെ അപേക്ഷിക്കാം, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം വളരെ ശരിയായി ഫിൽ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ലൈവ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി പലർക്കും ഒരു സംശയമുണ്ട്, ഈ ICAR എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ കേരളത്തിലെ അഗ്രികൾച്ചർ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ അഗ്രികൾച്ചർ കോഴ്സ് ലഭിക്കും. അതായത് 2 കോഴ്സുകൾക്കാണ് ലഭിക്കുക. ഒന്ന് BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ. ഇത് എവിടെയുള്ളത്? കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂർ ആണ് ഇതുള്ളത്. തൃശ്ശൂർ കോളേജിലാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉള്ളത്. അവിടെ 54 സീറ്റുകളാണ് ഓൾ ഇന്ത്യ കോട്ടയിലൂടെ ഫില്ല് ചെയ്യുന്നതാണ്. ICAR എൻട്രൻസ് എക്സാമിനേഷൻ, ICAR എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ ഇതിന്റെ സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് കേരളത്തിലും അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഈ ഒരു കോളേജിൽ മാത്രമേ അഡ്മിഷൻ ലഭിക്കുള്ളൂ. ഈ ഒരു കോളേജിൽ നിങ്ങൾക്ക് നീറ്റിലൂടെയും നീറ്റിന്റെ സ്കോർ അനുസരിച്ചും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. രണ്ടാമതൊരു ബിടെക് അഗ്രികൾച്ചർ കോഴ്സാണ്. ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഇൻ തൃശ്ശൂർ തന്നെയാണ് ഈ ഒരു കോഴ്സ് ഉള്ളത്. ബിടെക് കോഴ്സ് ഉണ്ട്. 7 സീറ്റാണ് ഓൾ ഇന്ത്യ കോട്ടയിൽ കൂടെ ഫില്ല് ചെയ്യുന്നത്. ICAR എൻട്രൻസ് എക്സാമിനേഷൻ മുഖാന്തരം 7 സീറ്റുകളാണുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ICAR എൻട്രൻസ് എക്സാമിനേഷൻ. നമുക്ക് ഇതിലേക്ക് 2800ഓളം സീറ്റുകളാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ സാധിക്കും. വിവിധതരം താല്പര്യമുള്ള കോഴ്സുകളുമുണ്ട്. അഗ്രികൾച്ചർ മാത്രമല്ല, ഹോർട്ടിക്കൾച്ചർ, ഇതുപോലെയുള്ള എല്ലാ വിവിധതരം കോഴ്സുകളുമുണ്ട്. അപ്പോൾ കുട്ടികളെ നിങ്ങൾ തീരുമാനിക്കുക, എല്ലാവരും അപേക്ഷിക്കുക. ഇപ്പോൾ കീമിനും നീറ്റിനും ICARനൊക്കെ നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുക. എവിടെയാണോ അഡ്മിഷൻ ലഭിക്കുന്നത് അവിടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്യുക. നമ്മുടെ മാക്സിമം നമ്മൾ നന്നായിട്ട് എൻട്രൻസ് എക്സാമിനേഷന് പെർഫോം ചെയ്യുക. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, നമുക്കത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കോഴ്സുകളിലൊക്കെ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ നമ്മുടെ ചാനലിലൂടെ അഡ്മിഷനെ കുറിച്ചൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോ വേഗം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.